സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ ഇപ്രാവശ്യത്തെ ഡ്രോൺ എക്സ്പോ, ഇൻ്റർനാഷണൽ ഡ്രോൺ എക്സ്പോ ബാംഗ്ലൂരിൽ വെച്ച് ഈ മാസം, അതായത് 2026 ഏപ്രിൽ 17, 18 ഇന്നും നാളെയുമായിട്ട് നടക്കുകയാണ്. ഇത് കാണാൻ അവസരം കിട്ടി. അപ്പോൾ അവിടെ പോവുകയുണ്ടായി. ഞാൻ 16-ാം തീയതി വൈകിട്ട് ചെങ്ങന്നൂരും തിരിച്ച് 17-ന് രാവിലെ തന്നെ ബാംഗ്ലൂരിലെത്തി. ഇത് മാധവര മെട്രോ സ്റ്റേഷൻ അടുത്താണ്. അപ്പോൾ ഞാൻ കൃഷ്ണരാജപുരത്ത് ഇറങ്ങി. അവിടെ നിന്ന് ഞാൻ മജസ്റ്റിക്കിൽ മെട്രോ ഇറങ്ങി. അവിടെ നിന്ന് വീണ്ടും അടുത്ത മെട്രോയിൽ കയറി മാധവര മെട്രോയിൽ ചെന്ന്, അപ്പോൾ നേരത്തെ തന്നെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. QR കോഡ് കാണിച്ച് അകത്ത് കയറി. QR കോഡ് കാണിക്കണം രജിസ്റ്റർ ചെയ്യുന്നതിന്. 500 രൂപ അടുത്ത് ഫീസുണ്ട്. അപ്പോൾ അതെല്ലാം കൊടുത്ത് കയറി. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ ഡ്രോണുകളും ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഡ്രോണുകളൊക്കെ ഉണ്ടെന്നായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പം കൂടുതലും കൊമേഴ്സ്യൽ ടൈപ്പ്, അതായത് കൃഷി ആവശ്യങ്ങൾക്കും റെസ്ക്യൂ പർപ്പസിനും മിലിറ്ററി ആവശ്യങ്ങൾക്കും അതുപോലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡ്രോണുകളായിരുന്നു. ഒരുപാട് കമ്പനികൾ ഈ ഡ്രോണിന് വേണ്ടി ഡ്രോൺ എക്സിബിഷനിൽ ഉണ്ടായിരുന്നു. വലിയ വലിയ ഡ്രോണുകൾ 10 ലിറ്ററിൻ്റെയൊക്കെ നമ്മുടെ പെസ്റ്റിസൈഡുകൾ, കീടനാശിനികളൊക്കെ വലിയ വലിയ പാടശേഖരങ്ങളിലും വലിയ ഫാമുകളിലും തോട്ടങ്ങളിലുമൊക്കെ നനയ്ക്കുന്നതിനും ഒക്കെയുള്ള ഒരു വലിയ ഡ്രോണുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് ഡിസ്ട്രോയ്, എന്തെങ്കിലും ഒരു ഭാഗം ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഡ്രോണുകൾ. അത് കൂടുതലും മിലിറ്ററികളും പോലീസും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഉണ്ടാക്കുന്ന വലിയ വലിയ കമ്പനികൾ. അതുപോലെ റെസ്ക്യൂവിന് വേണ്ടി വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അവിടെ ലൈഫ് ബോയ് എത്തിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഡ്രോണുകൾ. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഡ്രോണുണ്ട്. ഏകദേശം ഒരു മനുഷ്യനെ പോലും ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രോണുകൾ. അതായത് അപ്പോൾ 10 ലിറ്ററിൻ്റെ പാടശേഖരത്തിൽ നെല്ലിനൊക്കെ മരുന്നടിക്കുന്ന ഡ്രോണാണ്. ഇതൊക്കെ കാണാനും ഇത് ബുക്ക് ചെയ്യാനും വേണ്ടി അനേകായിരം ആൾക്കാരുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് അതിശയം കൂടും. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയുള്ള ഒരു ആധുനികമായ കൃഷി ഒരു കാര്യങ്ങളൊന്നും ആരും ചിന്തിച്ചിട്ടേ ഇല്ല. അവിടെ വന്നവരെല്ലാം കൂടുതലും തമിഴ്നാട്, ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര ഭാഗത്തുള്ള ആൾക്കാർ, പഞ്ചാബിൽ നിന്നൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ യൂത്ത് ഇന്നോവേഷൻ, ഒരു പയ്യൻ്റെ, ഒരു കോളേജ് പയ്യന് ഉണ്ടാക്കിയ ഡ്രോൺ അവൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. വളരെ നല്ല രീതിയിൽ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. ഡ്രോൺ എങ്ങനെ പ്രവർത്തിക്കുന്നതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ആർമിയിൽ നിന്നും അതുപോലെ മറ്റ് മിലിറ്ററി സെഷനിൽ നിന്നൊക്കെ ഒരുപാട് പേരുണ്ട്. EME എന്നൊക്കെ, ആർമിയുടെ EME വിങ്ങിൽ നിന്നൊക്കെ ഒരുപാട് മേജർമാരെയൊക്കെ അവിടെ നമ്മൾ കണ്ടു. അവരൊക്കെ വന്ന് ഈ ഡ്രോണൊക്കെ അതിശയത്തോടുകൂടി കണ്ട് പഠിക്കുന്ന, ഒരുപാട് ഡൗട്ടുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത് കണ്ടു. അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും CBIയുടെയും ക്രൈംബ്രാഞ്ചിൻ്റെയൊക്കെ ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ വന്ന് ഈ ഡ്രോൺ എക്സിബിഷൻ കണ്ടിട്ട് അവർക്ക് പ്രയോജനപ്രദമാണെന്ന് തോന്നുന്നുകൊണ്ടാണല്ലോ അവർ ഈ എക്സിബിഷനിലൊക്കെ വന്ന് അറ്റൻഡ് ചെയ്യുന്നത്. എല്ലാവരും തന്നെ നല്ല അവരുടെ സ്റ്റാറുകളും അവരുടെ അശോകസ്തംഭമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ റാങ്കുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അവരെല്ലാം. അവർ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, വളരെ ആൻഷ്യസ് ആയിട്ടാണ് എല്ലാ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് റെക്കോർഡ് ചെയ്തും കുറിച്ചെടുത്തുമൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അവരെക്കാളൊക്കെ അവരുടെ കൊച്ചുമക്കളുടെ പ്രായമുള്ള ആൾക്കാരാണ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഡ്രോണിലൊക്കെ ഉള്ളത്, പുതിയ പുതിയ ജനറേഷൻ ആൾക്കാർ ഈ ഡ്രോണുമായിട്ടൊക്കെ കണ്ടുപിടിച്ചിട്ട് രാജ്യത്തിന് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അതായത് കൊച്ചിയിൽ നിന്നുള്ള ഒരാളുടെയാണ് ഇത് ബാറ്ററി ചാർജ്, ഡ്രോണിൻ്റെയൊക്കെ ബാറ്ററി ചാർജ് ചെയ്യുന്നവരണം. കളമശ്ശേരിയിലുള്ളൊരു പാർട്ടിയാണ്, ഒരു കമ്പനി വന്ന് ചെയ്യുന്നതാണ്. ഡ്രോണിൻ്റെ ബാറ്ററിയാണത്, അത് ചാർജ് ചെയ്യുന്ന രീതിയാണ്. ഇതാണ് ടാർഗറ്റ് ചെയ്യുന്ന മിസൈൽ പോലത്തെ മിസൈൽ, ഒരു പ്രത്യേക ഒരു ഭാഗം ടാർഗറ്റ് ചെയ്തിട്ട് അവിടെ നശിപ്പിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള ഡ്രോണാണ്. അതുപോലെ ഏതെങ്കിലും മിസൈൽ ഉണ്ടാകുന്ന അതിനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഡ്രോണുകൾ. ഗൾഫിലൊക്കെ യുദ്ധം ഉണ്ടായപ്പം UAEയുടെ ഒരുപാട് ഡ്രോണുകൾ ഉപയോഗിച്ച് മറ്റ് ഡ്രോണുകൾ നശിപ്പിച്ചില്ല, ഡ്രോണിനെ ഡിറ്റക്റ്റ് ചെയ്ത് നശിപ്പിച്ചില്ല. അതിനുള്ള ഡ്രോണുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ വിമാനം പോലത്തത്, അതുപോലെ റോക്കറ്റ് പോലത്തെ ഡ്രോണുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു മിലിറ്ററി ഓഫീസറാണ്. അദ്ദേഹം അതുകൊണ്ട് കാര്യമായിട്ടൊക്കെ നോക്കി മനസ്സിലാക്കുകയാണ്. വിദേശത്തുനിന്നൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മറ്റൊരു മിലിറ്ററി ഓഫീസറാണ്. അവരുടെയൊക്കെ റാങ്കുകൾ കണ്ടോ, EME ആണ്. പിന്നെ ഡ്രോൺ, ചെറിയ ഡ്രോണുകൾ മുതൽ വലിയ ഡ്രോണുകളുണ്ട്. കൂടുതലും കൊമേഴ്സ്യൽ പർപ്പസ് ഡ്രോണുകളും അതിൻ്റെ ആക്സസറീസാണ്. ഡ്രോണിൻ്റെ ബോർഡുകൾ, ഹാർഡ് ഡിസ്കുകൾ, ഡ്രോണിൻ്റെ ഫാനുകൾ, ഡ്രോണിൻ്റെ പിന്നെ എന്താ പറയുക, അങ്ങനെയുള്ള ഒത്തിരി കമ്പോണൻസ് ഉണ്ട്. വയറിംഗ് സിസ്റ്റംസ്, അതിൻ്റെ സ്റ്റാൻഡുകൾ, അതിൻ്റെ മോൾഡുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാടുണ്ട്. 3D പ്രിൻ്റർ കൊണ്ട് ഉപയോഗിക്കുന്ന ഡ്രോണിൻ്റെ സ്റ്റാൻഡുകൾ, ഡ്രോണിൻ്റെ ഫാനിനൊന്നും കംപ്ലൈൻറ്റ് ഉണ്ടായിരിക്കാൻ വേണ്ടി ഒരു കവറിങ് ഉണ്ടാക്കുന്നത്, 3D പ്രിൻ്റർ കൊണ്ട് ഒരു കവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണുന്നത് ഒരു ഹ്യൂജ് ഡ്രോണാണ്, കണ്ടില്ലേ?
So you want any particular product? Yeah, we deal in agriculture drones only. We are building that. This is major button. Okay. What is the starting bit size? Branches and we have a lot of branches. Not in Bangalore. Where manual intervention as of now comes into place only during takeoff and landing. And also we can take control during the flight if required. Broad-based all applications are So now, but we are coming up with our own frame, as you can see, and propeller guards and everything else. So we don't provide those solutions. Yes, we are manufacturing only the modules. As of now, that's what we do.
Shakti.